റൊണാൾഡോയെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ? പോർച്ചുഗൽ ഈ വേൾഡ് കപ്പിൽ വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ ദേ ഹാവ് ടു ഡു സർട്ടൻ തിങ്സ്. അതിലൊന്നെന്ന് പറയുമ്പോൾ മേക്ക് റൊണാൾഡോ പ്ലേ ടിൽ 60 to 80 minutes, അല്ലെങ്കിൽ റാമോസിന് റൊണാൾഡോയെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യിക്കുക. അതുമല്ലെങ്കിൽ റൊണാൾഡോയെ സ്റ്റാർട്ട് ചെയ്യാതെ റാമോസിനെ സ്റ്റാർട്ട് ചെയ്ത് യൂസ് റൊണാൾഡോ എസ് എ സൂപ്പർ സബ്. അപ്പോൾ പുള്ളിക്കാരനെ ഇപ്പോൾ കൊടുക്കുന്ന ഔട്ട്പുട്ടിനെക്കാട്ടും കുറച്ചുകൂടി ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പാർട്ട് ഫ്രം സ്കോറിംഗ് ദാറ്റ് പെനൽറ്റി ഹി ഡിഡ് നത്തിങ്. ആ പെനാൽറ്റി എടുക്കുമ്പോഴായിരുന്നു പുള്ളിയുടെ ഫസ്റ്റ് ടച്ച് ഇൻസൈഡ് ദ ഡി ബോക്സ്. മാച്ചിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് വാസ് ഡോമിനേറ്റഡ് ബൈ പോർച്ചുഗൽ. ദേ വർ ക്രിയേറ്റിംഗ് ചാൻസസ്, ബട്ട് പോർച്ചുഗലിനെ ഒരു ഓർഗനൈസേഷൻ ഇല്ല ഇൻ ടേംസ് ഓഫ് വിത്തൗട്ട് ദ ബോൾ. അത് അത്രയും സ്പേസ് ആണ് ക്രൊയേഷ്യ പോലൊരു ടീമിന് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. പക്ഷേ ക്രൊയേഷ്യയുടെ ഫ്രണ്ട് ത്രീ അത്ര ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഗോളുകൾ അധികം വരാതിരുന്നത്. ഒരു നല്ല ക്വാളിറ്റി ഫ്രണ്ട് ത്രീ ഉള്ള ടീമാണെന്നുണ്ടെങ്കിൽ പോർച്ചുഗൽ ഡെഫിനറ്റ്ലി കൺസിഡർഡ് ബട്ട് ഫൈൻ മാർജിൻ അതൊക്കെ ഓഫ് സൈഡ് ആയി. റോബർട്ടോ മാർട്ടിനസിന് റൊണാൾഡോയെ സബ് ചെയ്യാനുള്ള ഗട്ട്സ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഹി ഡിഡ് മേക്ക് ദ റൈറ്റ് കോൾ. റൊണാൾഡോയെ സബ് ചെയ്യുന്നു, ഗോൺസാലോ റാമോസ് വരുന്നു ആൻഡ് റഫേലിയാവോടെ ഒരു ബോൾ, ആൻഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു സ്കോർ ഫ്രം ഇൻ ബിറ്റ്വീൻ ടു ഡിഫൻഡേഴ്സ് ആൻഡ് ഹി പ്രൊഡ്യൂസ്ഡ് എ വണ്ടർഫുൾ ഹെഡർ. അതൊന്നും പറയാനില്ല ആ ഹെഡറിനെ കുറിച്ചിട്ട്. ഒരുപക്ഷെ കേരളത്തിലുള്ള ഫാൻസോ അല്ലെങ്കിൽ റൊണാൾഡോ ഡൈഹാർഡ് ഫാൻസോ ആയിരിക്കാം ഫുൾ ടൈം കളിക്കണം എന്നിങ്ങനെ മുറവിളി കൂട്ടുന്നത്. പോർച്ചുഗലിലെ മീഡിയാസും എല്ലാവരും റോബർട്ടോ മാർട്ടിനസിന് എഗെയിൻസ്റ്റ് ആണ്. എന്തുകൊണ്ട് റാമോസിന് അർഹിക്കുന്ന മിനിറ്റുകൾ കൊടുക്കുന്നില്ല എന്നുള്ളത്. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ആഫ്റ്റർ റൊണാൾഡോ ആൻഡ് ബ്രൂണോ വേർ സബ്സ്റ്റിറ്റ്യൂട്ടഡ്, പോർച്ചുഗൽ വേർ പ്ലേയിങ് ഡിഫറെൻ്റ്ലി. അടുത്ത കളി സ്പെയിനെതിരെ റോബർട്ടോ മാർട്ടിനസ് റൊണാൾഡോയെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ആൻഡ് സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ മാച്ച് ഫ്രം കിക്ക് ഓഫ് ടു ദ ഫൈനൽ വിസിൽ ഒരു വൺ സൈഡ് ഗെയിം തന്നെയായിരുന്നു. സ്പെയിൻ ഡോമിനേറ്റഡ് ആൻഡ് സ്പെയിൻ വൺ കംഫർട്ടബിളി ബൈ 3-0. ഞാൻ മുമ്പ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു, സ്പെയിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ലാമിൻ യമാലോ റോഡ്രി അല്ല. ഫോർ മീ ഈസ് മിക്കൽ ഓയർസബാൽ. ഓയർസബാൽ വെരി മച്ച് അണ്ടർ റേറ്റഡ്. ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ലാത്ത സ്പെയിനിനെ ഹൂ ഈസ് ഗോയിങ് ടു സ്കോർ ഗോൾസ്. വെരി ക്ലിനിക്കലാണ് പുള്ളി ഇൻസൈഡ് ദ ബോക്സ്. അതിനാണ് ഇന്നലെയും കണ്ടത്. 2 ഗോൾ അടിച്ചു പുള്ളി. ഡെലഫോയൻ്റെക്ക് തന്നെ അറിയാം, ഹി ഓൾറെഡി സ്റ്റേറ്റഡ് ദാറ്റ് മിക്കൽ ഓയർസബാൽ ഈസ് എ വേൾഡ് ക്ലാസ് പ്ലെയർ. മൂന്നാമത്തെ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് അൾജീരിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. ആൻഡ് വാട്ട് എ ബ്രേക്ക് ഔട്ട് വേൾഡ് കപ്പ് യോഹാൻ മൻസാംബി ഈസ് ഹാവിങ്. മൻസാംബി ഒരു പക്ഷേ വേൾഡ് കപ്പ് കഴിയുന്നതോടുകൂടി സ്വിറ്റ്സർലൻഡ് ഒരു സൂപ്പർ സ്റ്റാറായി മാറിയേക്കാം. ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും മനോഹരവും നമുക്കെല്ലാവർക്കും ഏറ്റവും വിഷമം തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു ഡിയേഗോ ജോട്ടയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ട്. സോ ഒരു വർഷമായി ഡിയേഗോ ജോട്ട ഫുട്ബോളിലെയും നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട്. ആൻഡ് റൊണാൾഡോ ജോട്ടയുടെ ജേഴ്സി ഇട്ട് വന്ന് ഫാൻസിനെ അഭിസംബോധന ചെയ്ത സമയത്തൊക്കെ ലിറ്ററലി ആസ് എ ഫുട്ബോൾ ഫാൻ എല്ലാവർക്കും അതൊരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. ആൻഡ് കളി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ആ ജോട്ടയുടെ ആ ഒരു ജേഴ്സി പിടിച്ചിട്ടൊരു പിക്ചർ ക്ലിക്ക് ചെയ്യുന്നു. സോ ജോട്ട ഈസ് സ്റ്റിൽ വിത്ത് us ആൻഡ് Portugal dedicated this victory for Jota, and this one for you, Diego Jota.